അന്താരാഷ്ട്രമായ ശ്രീ ജി ഗോപകുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജി ഗോപകുമാർ, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ അങ്ങ് എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? ഇന്ത്യ പാകിസ്ഥാനെതിരായി കൃത്യമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നു, എന്നാൽ തങ്ങൾ കൂടി തിരിച്ചടിക്കുന്നുവെന്ന് പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. നിർണായകമായ തീരുമാനങ്ങളുമായി ഇരു രാജ്യങ്ങളും മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ സിംല കരാർ അടക്കമുള്ള കാര്യങ്ങൾ റദ്ദ് ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ നടത്തുന്ന വെല്ലുവിളി എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതുണ്ട്? ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൂർണ്ണമായിട്ടും തയ്യാറെടുപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ 78 വർഷത്തെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ ഇന്തോ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഒരിക്കലും ഊഷ്മളമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രതിരോധം, അതേസമയം ഡിറ്ററൻസ് എന്നുള്ളൊരു നടപടിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അന്തർദേശീയ ബന്ധങ്ങളിൽ ഡിറ്ററൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ശിക്ഷാ നടപടികളോടൊപ്പമുള്ള പ്രതിരോധം. വെറുതെ പ്രതിരോധിക്കുകയല്ല, ആ പ്രതിരോധം വെറും ഭാഷണത്തിലോ പ്രസംഗത്തിലോ അല്ല. നമ്മൾ അങ്ങോട്ട് ശിക്ഷിക്കാനുള്ള നടപടി നമ്മുടെ ഭാഗത്ത് അതിനുള്ള ശക്തിയുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ട് അതേസമയം യുദ്ധത്തിലേക്ക് പൂർണ്ണ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നുമില്ല. ഇതാണ് ഡിറ്ററൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു നടപടിയിലേക്കാണ് നമ്മളിപ്പോൾ തയ്യാറെടുത്ത് വരുന്നത്. അത് നയതന്ത്രപരമായിട്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക, അതോടൊപ്പം തന്നെ സാമ്പത്തികമായിട്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തേണ്ട പ്രത്യേകിച്ച് കാര്യമില്ല. അവർ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. ചൈനയുടെ മാത്രം സഹായത്തിലാണ്. ആഭ്യന്തരപരമായിട്ട് സാമ്പത്തികമായ ഒരുപാട് പ്രശ്നങ്ങൾ പാകിസ്ഥാനുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം. ഇന്ത്യ വിരുദ്ധത കാണിക്കുന്നതിന്റെ കാരണവും അത് തന്നെയാണ്. ഇതിനൊക്കെ പുറമെ തന്ത്രപരമായ നടപടികളും നമ്മൾ എടുക്കുന്നുണ്ട്, നയതന്ത്രപരമായ നടപടികൾ എടുക്കുന്നുണ്ട്. അന്തർദേശീയ രംഗത്ത് മിക്ക രാജ്യങ്ങളും ഭാരതത്തെ പിന്തുണയ്ക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം നമ്മൾ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഒരു മൾട്ടിലാറ്ററൽ വേൾഡിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നു. ഒരു ശീതസമര കാലത്തിന് ശേഷം അമേരിക്കയുടെ ഏക ശിലായുഗം വന്നു. അതും നഷ്ടപ്പെട്ട് പലപ്പോഴും ഒരു വൈരുദ്ധ്യതയിലേക്ക്, സങ്കീർണതയിലേക്ക് ലോകം പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഒരു മൾട്ടിലാറ്ററൽ വേൾഡ്, ഒരു ബഹുമുഖ ലോകത്തേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൽ ഇന്ത്യക്ക് ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരുമായിട്ട് സഹവർത്തിത്വത്തിൽ പോകുന്ന രാജ്യം എന്നുള്ള നിലയിൽ ഈ പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഈ അഡ്വഞ്ചറിന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണ നമുക്ക് കിട്ടും. ചൈന പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതേസമയം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അകത്തുള്ള അപകടങ്ങളും പരാജയങ്ങളും തിരിച്ചടികൾക്കും അതിനൊരു മറയായിട്ടാണ് ഈ തീവ്രവാദ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. അത് യുദ്ധത്തിലേക്ക് എത്താനുള്ള സൈനിക നടപടിക്കുള്ള ഒരു ത്രാണിയുമില്ല എന്ന് സ്വയം ബോധ്യമുള്ള ഒരു രാജ്യം പക്ഷെ തുറന്ന് പ്രഖ്യാപിക്കുന്നത് യുദ്ധസമാനമായ സാഹചര്യമാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ അവർ തന്നെയാണ് ഈ പറയുന്ന മിസൈൽ പരീക്ഷണം അടക്കം അതിർത്തി മേഖലകളിൽ നടത്തുന്നത്. അതിന് മറുപടി എന്നോണം നമ്മൾ നാവികസേനയുടെ മിസൈൽ പരീക്ഷണം നടത്തുന്നു. രണ്ടു രാജ്യങ്ങളും അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും സൈനിക ബല പ്രഖ്യാപനം അടക്കം നടത്തുന്ന ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് ശ്രീ ജി ഗോപകുമാർ? തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഒരു നിരാശയിലാണ്ട ഒരു രാജ്യമാണ്. പ്യൂർലി ഒരു ഡെസ്പറേറ്റ് നേഷനാണ്. ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യത്തിന് എന്തും ഒരു ആത്മഹത്യാപരമായ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു മടിയും കാണത്തില്ല. അവരുടെ ചരിത്രം അതാണ്. പലപ്പോഴും അവർ 1948 ഇന്ത്യയിലേക്ക് ട്രൈബൽസിന്റെ പേരിൽ കടന്നു വന്ന് കാശ്മീർ പിടിച്ചടക്കാൻ ശ്രമിച്ചത് മുതൽ ബോംബെയിൽ 2008 വന്ന് 10 പേരടങ്ങുന്ന തീവ്രവാദികൾ വഴി ഇന്ത്യ പോലത്തെ ഒരു മഹാരാജ്യത്തെ ആക്രമിക്കാൻ ശ്രമിച്ച അഡ്വഞ്ചർ, ആ അഡ്വഞ്ചർ പോലത്തെ അഡ്വഞ്ചർ ഇനിയും പാകിസ്ഥാൻ കാണിച്ചുകൊണ്ടേയിരിക്കും. അത് അവർക്ക് അതിനേ കഴിയുള്ളൂ. കാരണം ഒരു പരമ്പരാഗതമായ ഒരു കൺവെൻഷണൽ വാറിൽ കൂടി ഇന്ത്യ ഒരിക്കലും പാകിസ്ഥാനെ തോൽപ്പിക്കാൻ പറ്റില്ല. അതേസമയം ചൈനയും മറ്റും കൊടുത്ത ആയുധങ്ങൾ അവരുടെ കൈവശമുണ്ട്. നോർത്ത് കൊറിയ കൊടുത്ത ആയുധങ്ങളുണ്ട്. അതുകൊണ്ട് ന്യൂക്ലിയർ ആയുധം കയ്യിലുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പാകിസ്ഥാനെ നമ്മൾ അണ്ടർറേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം അവർ സൂയിസൈഡലായിട്ട് എന്തും ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. പാകിസ്ഥാൻ ചെയ്തതുപോലെ തന്നെ പരിശീലനവും അതോടൊപ്പം ടെസ്റ്റുമെല്ലാം പരീക്ഷണങ്ങളും എല്ലാം നമ്മൾ നടത്തി തുടങ്ങണം. കാരണം എപ്പോഴാണ് ഒരുപക്ഷെ പാകിസ്ഥാൻ ഒരു ഔപചാരികമായ യുദ്ധത്തിലേക്ക് കടന്നു വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഇതവർ പണ്ടും ചെയ്തിട്ടുള്ളതാണ്, ഇപ്പോഴും ചെയ്യുന്നു. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത ഒരു രാജ്യത്തിന് മാത്രമല്ല എല്ലാ കാലവും അവരുടെ രാഷ്ട്രീയ അസ്ഥിരതാവസ്ഥയ്ക്കെല്ലാം അവർ ആശ്രയമായി കാണുന്നു. അതിനെ പിടിച്ചു നിർത്താനുള്ള അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള തലങ്ങളെ സുരക്ഷിതമാക്കി നിർത്താനുള്ള അവരുടെ കസേര ഉറപ്പിക്കാനുള്ള അധികാരം സ്ഥാപിക്കാനുള്ള ഒരു സാഹചര്യമായി അവർ കാണുന്നത് ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഇത്തരം പ്രശ്നങ്ങളെയാണ്. അത് പറഞ്ഞാണ് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുള്ള ശീലം അവർ എല്ലാ കാലത്തും മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരോട് കൂടുതൽ ജാഗ്രത വേണ്ടതുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്.